രണ്ടാം ദിവസവും റഷ്യ കടുത്ത ആക്രമണമാണ് യുക്രൈനെതിരെ നടത്തുന്നത്. 3 ദിവസം കൊണ്ട് ഉക്രൈൻ പിടിക്കാം എന്ന് പറഞ്ഞാണ് റഷ്യ 3 വർഷം മുമ്പ് യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് യുദ്ധത്തിന് ശേഷം ആദ്യമായി ചർച്ച നടക്കുന്നത് ഇസ്താംബൂളിൽ, തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ ചർച്ച നടക്കുകയാണ്. റഷ്യൻ പ്രതിനിധിയും ഉക്രൈൻ പ്രതിനിധിയും തമ്മിൽ ചർച്ച നടക്കുന്നതിൻ്റെ തലേദിവസമാണ് റഷ്യയുടെ എയർബേസുകൾ ഡ്രോൺ ആക്രമണം നടത്തി. 4000 കിലോമീറ്റർ റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ഡ്രോൺ ആക്രമണം നടത്തി റഷ്യയെ ഞെട്ടിച്ചു ഉക്രൈൻ. അതിനുശേഷം അതിഭീകരമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് കെർച്ച് ബ്രിഡ്ജ് എന്നൊരു പാലമുണ്ട്, 19 കിലോമീറ്റർ നീളമുള്ള പാലമാണ്. 2018 പുടിൻ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത പാലമാണ്. അപ്പോൾ ആ പാലത്തിൻ്റെ പ്രത്യേകത, അതായത് കെർച്ച് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ക്രിമിയ ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് റഷ്യ പിടിച്ചെടുത്താണ്. ക്രിമിയയെ മെയിൻലാൻഡുമായി, റഷ്യയുടെ പ്രധാന വൻകരയുമായി ബന്ധിപ്പിക്കുന്ന 19 കിലോമീറ്റർ നീളമുള്ള പാലം. ഈ പാലം ഉദ്ഘാടനം ചെയ്ത് 2 തവണ ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് പറയാം. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഈ റഷ്യയുടെ എയർബേസുകൾ ആക്രമിച്ച് ഉക്രൈൻ അവകാശപ്പെടുന്ന 40 വിമാനങ്ങൾ തകർത്തു എന്നാണ്. അതിനുശേഷം 2ാം ദിവസമാണ് ഈ 19 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ വലിയ പില്ലറുകൾ അണ്ടർ വാട്ടർ, ഇത് പെനിൻസുല ഉൾക്കടലാണ്, ഉൾക്കടലിലൂടെ പോകുന്ന പാലമാണ്. ഈ പാലത്തിൻ്റെ കടലിനടിയിലുള്ള ബീമുകൾ തകർത്തു എന്ന് ഉക്രൈൻ അവകാശപ്പെട്ടിരിക്കുന്നു. ഉക്രൈൻ ഇന്നലെ പുലർച്ചെ 4:44 അണ്ടർ വാട്ടർ സപ്പോർട്ട് പില്ലറുകൾ ഞങ്ങൾ തകർത്തു. ഇനി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന ക്രിമിയയിലെ റഷ്യൻ പട്ടാളത്തിന് അങ്ങോട്ട് വരാൻ സാധന സാമഗ്രികൾ, ഭക്ഷണ വസ്തുക്കൾ, ആയുധങ്ങൾ, മറ്റ് യുദ്ധോപകരണങ്ങളൊക്കെ എത്തിക്കാൻ കഴിയാത്ത തരത്തിൽ അത് തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത് ഉക്രൈൻ്റെ അവകാശവാദം. അപ്പോൾ ഏതായാലും ഇത് റഷ്യ നിഷേധിച്ചിട്ടില്ല. റഷ്യ പറഞ്ഞു ശരിയാണ്, പാലത്തിന് നേരെ ആക്രമണം ഉണ്ടായി, പക്ഷേ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ ഈ പാലത്തിൻ്റെ കടലിനടിയിലുള്ള പാലത്തിന് വലിയ കവചങ്ങൾ തീർത്തിട്ടുണ്ട്. അതായത് പില്ലറിനടുത്തേക്ക് എത്തണമെങ്കിൽ മെറ്റലും മറ്റും കോൺക്രീറ്റും കൊണ്ടൊരു മതിൽ പോലെ ഓരോ പില്ലറിനും മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിലിലാണ് ഇവരുടെ അണ്ടർ വാട്ടർ ഡ്രോൺ, നമ്മൾ ഡ്രോണുകളുടെ കാലമാണല്ലോ, ഡ്രോൺ പറന്നു പോകുന്ന ഡ്രോൺ മാത്രമല്ല, ഭൂമിക്കടിയിലൂടെ പോകുന്ന ഡ്രോണുകളുണ്ട്, അതായത് വെള്ളത്തിനടിയിൽ കൂടെ പോകുന്ന ഡ്രോണുണ്ട്. വെള്ളത്തിനടിയിലൂടെ പോകുന്ന ഡ്രോൺ വന്ന് ഇടിച്ചത് ഇതിനെ ഓരോ പില്ലറിനും ഒരു സുരക്ഷാ മതിൽ കെട്ടിയിട്ടുണ്ട് റഷ്യ ഇത് മുൻകൂട്ടി കണ്ടു. ആ സുരക്ഷാ മതിലാണ് തകർത്തത്. ഉക്രൈൻ പറയുന്നത് ഞങ്ങൾ 1100 കിലോ TNT സ്ഫോടക വസ്തുവാണ് തകർത്തത്. പക്ഷെ റഷ്യ പറയുന്നു ഈ തകർത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ തകർത്തത് ഈ പില്ലറിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് തകർത്തത്. അത് കഴിഞ്ഞ് ഇന്നലെ ചൊവ്വാഴ്ച കുറച്ച് നേരത്തേക്ക് ഈ പാലം അടച്ചിട്ടു. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വീണ്ടും പാലം തുറന്നു കൊടുത്തു. വീണ്ടും ഗതാഗതം നടക്കുന്നുണ്ട്. അപ്പം ബലക്ഷയം ഉണ്ടായിട്ടില്ല, അല്ലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്നും പറയാം. ഏതായാലും ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഗതി വല്ലാണ്ട് മാറിയിരിക്കുകയാണ്. ഗതി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 3 ദിവസം കൊണ്ട് ഉക്രൈനെ കീഴടക്കാമെന്ന് പറഞ്ഞ് റഷ്യ ഇറങ്ങിയതാണ്. 3 വർഷം കഴിഞ്ഞു. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സെലൻസ്കിയെ ആക്ഷേപിച്ചു വിട്ടു, കൊളർക്ക അതൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു ഈ റഷ്യയോട് സംസാരിക്കുമ്പോൾ നീ പരാജിതൻ എന്ന നിലയിൽ ബഹുമാനത്തോടെ സംസാരിക്കണം, ക്രിമിയൊന്നും നിനക്ക് കിട്ടുന്ന പ്രശ്നമില്ല, ഇപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ സെലൻസ്കി ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു ജേതാവായിട്ട് നിൽക്കുകയാണ്. നെഞ്ചുരിച്ചിരിക്കുകയല്ലേ? പുടിനൊപ്പം സമശീർഷനായി നിൽക്കാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 2 ആക്രമണങ്ങളിലൂടെ സെലൻസ്കി. ഇതാണ് ഒരു യുദ്ധത്തിന് തന്ത്രപരമായി ഉണ്ടായ മാറ്റം. റഷ്യയെ സംബന്ധിച്ച് റഷ്യയ്ക്ക് വേണ്ട 4000-5000 വിമാനങ്ങളുണ്ട്. അതിൽ 40 വിമാനങ്ങൾ തകർത്തു എന്ന് പറയുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ ഇവരുടെ TU-22 M3 TU-95 തുപ്പലേവ് ബെറിയേവ് കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങളാണ് തകർത്തതെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. ആ വിമാനങ്ങളൊക്കെ ആദ്യകാല വിമാനങ്ങളാണ്. അവരുടെ ഈ 2-3 കാറ്റഗറി ആയുധങ്ങൾ റഷ്യയുടെ കയ്യിലുണ്ട്. ഒന്ന് അണവായുധങ്ങൾ തന്നെ പ്രധാനം, അത് സബ്മറൈനിൽ നിന്ന്, അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്നതുകൊണ്ട്, മിസൈലുകളിൽ വിക്ഷേപിക്കാവുന്നതുകൊണ്ട്. പിന്നെയുള്ളത് ഈ പറയുന്നത് പോലെ തുപ്പലേവ് ക്ലാസ്സിലുള്ള TU-95 ബോംബറുകൾ, പഴയകാല ബോംബറുകൾ, റഷ്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് വിമാനങ്ങളാണ് ഈ തുപ്പലേവ് മോഡൽ യുദ്ധവിമാനങ്ങൾ. ആ യുദ്ധവിമാനങ്ങളിലാണ് 3ാമത്തെ ആക്ഷൻ പ്ലാൻ പോലെ ആണവായുധങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 തരത്തിൽ ആണവായുധങ്ങൾ വിടാൻ പറ്റും: കരയിൽ നിന്ന്, കടലിൽ നിന്ന്, കടലിനടിയിൽ നിന്ന്, ആകാശത്ത് നിന്ന്. ആകാശമാർഗം വിക്ഷേപിക്കാനുള്ള ബോംബർ വിമാനങ്ങൾ ഏതാണ്ട് 100 എണ്ണമോ ഉള്ളൂ റഷ്യക്ക്.
വിമാനങ്ങൾ ആകെ 15,000-ഓളം ഉണ്ട്. അതിൻ്റെ കണക്ക് വേറെ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ആണവായുധ ശേഷിയുള്ള 100ഓളം ബോംബർ വിമാനങ്ങളിൽ 41 തകർത്തു എന്നാണ് റഷ്യയുടെ അവകാശവാദം. അതെന്തും ആവട്ടെ, അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ ആ ആക്രമണം നടന്നത് എവിടെയാണ്? റഷ്യക്കകത്താണ്. ഉക്രൈൻ്റെ അതിർത്തിയിൽ നിന്ന് 4000 കിലോമീറ്റർ വരെ എത്തിയിട്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റഷ്യക്കകത്ത് ഒരു സ്ഥലവും സുരക്ഷിതമല്ല. റഷ്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിർത്തിയിൽ നിന്ന് ആകാശമാർഗം വന്നാലല്ലേ S-400 പ്രതിരോധിക്കാൻ പറ്റും. ഇതങ്ങനെയല്ല. റഷ്യയുടെ എയർബേസിന് തൊട്ടടുത്തേക്ക് ട്രക്കുകൾ വരുന്നു. ഈ ട്രക്കുകൾ 1.5 വർഷമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 മാസം മുമ്പേ ഓപ്പറേഷൻ തുടങ്ങി. ഇത് ഈ മരം കൊണ്ടുള്ള ചെറിയ വീടുകൾ, ഈ ടെമ്പററി വീടുകൾ ഉണ്ടാക്കി ആ വീടുകൾ റഷ്യയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഈ വീടുകളുടെ മേൽക്കൂരയ്ക്കകത്ത് ഡ്രോണുകൾ ഒളിപ്പിച്ചു വെച്ചു. ഈ ഡ്രോണുകൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നറിൻ്റെ മൂടിയും റിമോട്ടായിട്ട് മാറ്റാം. അപ്പോൾ റഷ്യയുടെ എയർബേസിൻ്റെ അടുത്തെത്തി ട്രക്കുകൾ നിന്നു. ആദ്യം ട്രക്കിൻ്റെ കണ്ടെയ്നറിൻ്റെ മൂടി റിമോട്ടായിട്ട് തുറന്നു, ദൂരെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഈ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരുന്ന വീടില്ലേ, മരം കൊണ്ടുള്ള ചെറിയ നമ്മൾ കണ്ടിട്ടില്ലേ ടെമ്പററി കക്കൂസുകളൊക്കെ കൊണ്ടുപോകുന്നു, ശബരിമല സീസണിലേക്ക് കൊണ്ടുപോകുന്ന പോലെ. അങ്ങനെയുള്ള ടെമ്പററി വീടുകളുടെ മേൽക്കൂര തുറന്നു. അവിടെ നിന്ന് ഡ്രോൺ പറന്ന് അറ്റാക്ക് ചെയ്തിരുന്നു. അതിനെ വെടിവെച്ചിടാനുള്ള സംവിധാനമോ സൈനിക സന്നാഹമൊന്നും അവിടെയില്ല. ഇതിപ്പോൾ എവിടെ സംഭവിക്കാം? നമ്മളിപ്പോൾ കൊച്ചിയിൽ, നമ്മൾ ഭയപ്പെടുത്താൻ വേണ്ടി പറയില്ല, കൊച്ചിയിൽ സങ്കല്പിക്കുക, ഒരു ട്രക്ക് വരികയാണ്, ട്രക്കിനകത്ത് ഈ സാധനമുണ്ട്, അതിന് മൂടി തുറക്കുന്നു, ഡ്രോൺ പറന്ന് വരുന്നു വെച്ചാൽ നമ്മുടെ എവിടെ ഹിറ്റ് ചെയ്യാം? എവിടെ ആര് വെടിവെച്ചിടാൻ? നമ്മൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? അതിർത്തികളിലാണ്. ഇത് ഇതിനകത്ത് ലോകരാജ്യങ്ങൾ പഠിക്കേണ്ടുന്ന വലിയ പാഠമുണ്ട്. അതായത് ഇപ്പോൾ ഉക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് ട്രക്കുകളിൽ കയറ്റി ഡ്രോണുകൾ കൊണ്ടുപോയി. അകത്തൊരു പരിശോധന നടന്നില്ല. നമുക്ക് കേരളത്തിന് ഇത്രയും കിലോമീറ്ററുകൾ, 100 കണക്കിന് കിലോമീറ്റർ കടൽ തീരമുണ്ട്. കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ കടൽ തീരപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പലപ്പോഴായി ഇത്തരം സാധനങ്ങൾ ഇറക്കി. എന്നിട്ട് സിനു പറഞ്ഞ പോലെ ഏതെങ്കിലും ഡ്രോണുകളിൽ കയറ്റി. എന്നിട്ട് ആ ഡ്രോണുകൾ ഈ ട്രക്കുകളിൽ കയറ്റി അയക്കുകയാണ്. സ്ഫോടക വസ്തുക്കൾ വെച്ച് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഫോടക വസ്തുവും കിട്ടാനുണ്ടല്ലേ. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ ലോഡ് കണക്കിന് ജലാറ്റിൻ സ്റ്റിക്ക് പിടിച്ചത് ഇത്തരം സാധനങ്ങൾക്ക് ഉപയോഗിച്ച് ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച്. ഇതൊക്കെ പല തവണയായി 1-1.5 വർഷം റഷ്യയിലേക്ക് ഉക്രൈൻ ചെയ്തതുപോലെ 1.5 വർഷത്തെ പ്ലാനിങ്, 18 മാസത്തെ പ്ലാനിങ് നടത്തിയതുപോലെ മാസങ്ങളുടെ പ്ലാനിങ് വഴി ആദ്യം ഡ്രോണുകൾ കൊണ്ടുവരുന്നു, പിന്നെ വെടിമരുന്ന് കൊണ്ടുവരുന്നു, അതിതുപോലെ ട്രക്കുകളിൽ കയറ്റുന്നു. ട്രക്കുകൾക്ക് റിമോട്ട് സംവിധാനങ്ങളുണ്ട്. എന്നിട്ട് ഈ ട്രക്കുകൾ ഓടിപ്പോവാണ്. ആര് പരിശോധിക്കും? ഒരു പരിശോധിക്കുക. അത് ഇന്ത്യയിലെ ഏത് നഗരത്തിലും വേണമെങ്കിൽ മുംബൈ ഭീകരാക്രമണത്തിന് കടൽ വഴി വന്നു എന്ന് പറയുന്ന പോലെ കേരളത്തിലെ കടൽ തീരം വഴി ഇതിറക്കി വാഹനങ്ങളിൽ കയറ്റി എവിടെ വേണേലും കൊണ്ടുപോയി നമ്മുടെ ഏത് നഗരത്തെയും ഏത് പ്രദേശത്തെയും ഏത് സ്ഥാപനത്തെയും ഏത് ആരാധനാലയത്തെയും ആക്രമിക്കാം. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുന്നു. യുദ്ധം മാറുകയാണ്. ഇപ്പം ആളുകൾ യുദ്ധം മനുഷ്യന് വേണ്ട അല്ലേ? ഇപ്പോൾ യുദ്ധത്തിന് വിമാനങ്ങളും വേണ്ട, ഡ്രോണുകളുടെ കാലമാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ ആക്രമണം അത് വളരെ ഫലപ്രദമായി ആസൂത്രണം ചെയ്ത് വളരെ മികവോടെ, ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് നമ്മൾ ലെബനോണിൽ നടന്ന പേജർ ആക്രമണമില്ലേ, പേജർ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചെങ്കിൽ അതുപോലെ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉക്രൈൻ ഇപ്പോൾ റഷ്യയിൽ നടത്തിയിരിക്കുന്നത്. നാളെ ഏത് രാജ്യത്തും നടക്കാം. കാരണം 100 കണക്കിന് കണ്ടെയ്നറുകൾ പോവുകയാണ്. ഈ കണ്ടെയ്നറുകൾക്കകത്ത് ആക്രമണകാരികളായ ഡ്രോണുകൾ വെച്ചിട്ടുണ്ടെന്ന് ആര് സംശയിക്കാൻ? ഇനി പ്രായോഗികമാണ്. ഒരു ദിവസം നമ്മുടെ റോഡുകളിലൂടെ എത്ര കണ്ടെയ്നറുകൾ പോകുന്നു. ഈ കണ്ടെയ്നറുകൾ പിടിച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തി പോലീസ് പരിശോധിക്കുന്ന പോലെ നിർത്തി പരിശോധിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഇത് വലിയ ആപൽ സൂചന നൽകുന്ന ഒരു അലാമിംഗ് സിറ്റുവേഷനാണ് ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ആക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നതല്ല, അങ്ങനെ ഈ നമ്മൾ കരുതുന്ന റഷ്യയുടെ സെക്യൂരിറ്റി സംവിധാനം, സുരക്ഷാ സംവിധാനമൊക്കെ മികവുറ്റതാണ്, അതിൽ വീഴ്ച വന്നിട്ടില്ല, ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊക്കെ നമുക്ക് സംശയിക്കുമ്പോൾ തന്നെ ഇത്തരം വീഴ്ചകൾ എവിടെയും സംഭവിക്കാം. അമേരിക്ക സംഭവിക്കുന്നില്ലേ, യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നു. ട്രക്കുകൾ ഓടിച്ച് ആളുകളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസവും സംഭവിച്ചിട്ടുണ്ട്. ആളുകൾ ആൾക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിക്കുന്നു, ആൾക്കൂട്ടത്തിലേക്ക് വെടിവെക്കുന്നു. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നത്. ഒരു ഭീകരവാദി, ഒരു ആക്രമണകാരി അല്ലെങ്കിൽ ഒരു ശത്രു രാജ്യം തുനിഞ്ഞിറങ്ങിയാൽ എന്തും ചെയ്യാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ പ്രൈമറി സപ്ലൈ, ക്രിമിയ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രൈമറി സപ്ലൈ റൂട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കെർച്ച് പാലം എന്ന് പറയുമ്പോൾ 19 കിലോമീറ്റർ നീളമുള്ള പാലമാണ്. കടലിൽ കൂടെ 19 കിലോമീറ്റർ നീളമുള്ള പാലമാണ്. അതിൻ്റെ തൂണുകൾ തകർക്കാനുള്ള ശ്രമമാണ് ഇന്നലെ ഉക്രൈൻ നടത്തിയത്. ഇത് 2018 ഉദ്ഘാടനം ചെയ്ത് 2022 ഒക്ടോബർ ആയപ്പോൾ ഈ പാലത്തിൻ്റെ നടുക്ക് വെച്ച് ഒരു ട്രക്ക് പൊട്ടിത്തെറിച്ചു. ഇത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ട്രക്ക്
ഓടിച്ച് പാലത്തിൻ്റെ നടുക്ക് വെച്ച് പൊട്ടിത്തെറിച്ചു. ഇത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഈ പാലത്തിനോട് റോഡ് മാത്രമല്ല റെയിൽ പാതയുണ്ട്. നമ്മുടെ രാമേശ്വരം ബ്രിഡ്ജിക്കില്ലേ റോഡും റെയിലും പോകുന്ന പോലെ റെയിൽ പാതയും കൂടെ ഉള്ളതുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ പോയിരുന്ന ട്രെയിൻ തീ പിടിച്ചു. അത് അന്ന് പാലത്തിന് വലിയ പരിക്കൊന്നും ഉണ്ടായില്ല, അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി. പക്ഷെ 10 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ ഈ പാലത്തിൻ്റെ പില്ലറിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതിനുശേഷം മൂന്നാമത്തെ 2018 ഈ പാലം പുടിൻ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് ഈ ആക്രമണം നടക്കുന്നത്. ഏതായാലും ഒരു മേശയ്ക്ക് ചുറ്റുമെന്ന് ഇരുന്ന് റഷ്യയും ഉക്രൈനും തമ്മിൽ ചർച്ച നടത്തുന്ന അതേ സമയത്ത് തന്നെ നിർണായകമായ ആക്രമണങ്ങൾ റഷ്യക്കുള്ളിൽ, അതാണ് റഷ്യക്കുള്ളിൽ ഇപ്പോൾ ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചാ മേശയ്ക്ക് അടുത്തെത്തുമ്പോൾ അവരുടെ വാദത്തിന്, അവകാശവാദത്തിന്, ശബ്ദത്തിനും ബലം കൂട്ടാൻ അവരിപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. അതുമാത്രമല്ല, ക്രിമിയയുടെ കാര്യത്തിൽ തുടക്കം മുതലേ ട്രംപ് പറഞ്ഞു ക്രിമിയൊക്കെ മറന്നേക്ക്, അത് വർഷം എത്രയായി റഷ്യയുടെ കയ്യിലായിട്ട്, അതൊന്നും നോക്കണ്ട, അത് മറന്നേക്ക്, ഇനിയിപ്പോൾ ഉള്ളത് വല്ലതും പോവാതെ, പോയതൊക്കെ പോയി, ഉള്ളത് പോവാതെ നോക്കിയാൽ മതി എന്ന് പറയുമ്പോഴാണ് ക്രിമിയയും ഞങ്ങളുടെ ലക്ഷ്യമാണ്, ഞങ്ങൾക്ക് ക്രിമിയയെ റഷ്യയിൽ നിന്ന് മോചിപ്പിക്കാൻ, വേർപെടുത്താൻ വരെ ഞങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഞാൻ ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ 2 ദിവസം 2 ആക്രമണങ്ങൾ റഷ്യയുടെ പരമാധികാരം, റഷ്യയുടെ സുരക്ഷ ഒക്കെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഉക്രൈൻ നടത്തിയത്. അതോടൊപ്പം തന്നെ പുടിൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ സിംഹാസനത്തിന് പതുക്കെ ഇളക്കം തട്ടുകയാണ്. കാരണം ജനങ്ങൾ ആലോചിക്കുന്നത് റഷ്യയിൽ ഒരിടത്തും സുരക്ഷയില്ല, ഉക്രൈൻ വിചാരിച്ചാൽ റഷ്യയിൽ എവിടെയും ആക്രമണം നടത്താം. അങ്ങനെ ഉണ്ടെങ്കിൽ പുടിൻ്റെ പട്ടാള നേതൃത്വത്തിൻ്റെ കഴിവുകേടായി വ്യാഖ്യാനിക്കപ്പെടുകയും പുടിൻ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തേക്കാം എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയായി റഷ്യ ഇത് മാറിയേക്കാം. പക്ഷേ അതിനെയൊക്കെ പ്രതിപക്ഷത്തേക്ക് അടിച്ചമർത്തിയിരിക്കുകയാണ് പുടിൻ. അതുകൊണ്ട് ഇതിനെയൊക്കെ അടിച്ചമർത്തിയാൽ പോലും പുടിന് തന്നെ ലോകത്തിനു മുന്നിൽ താൻ അജയ്യനായി ഭാവിച്ച് നിന്നിരുന്ന പുടിന് ഇമേജിനൊരു ക്ഷീണമുണ്ടായിരിക്കുന്നു. അങ്ങനെ ലോകത്തൊരു താരമായി വീണ്ടും സെലൻസ്കി വളർന്നു നിൽക്കുകയാണ്. ആ താരത്തിൻ്റെ ശോഭ കെടുത്താൻ പുടിൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വലിയ $1 ട്രില്യൺ ചോദ്യമാണ്. കാരണം 2 ദിവസമായിട്ടും റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല, പുടിൻ മിണ്ടിയിട്ടില്ല. മിണ്ടാതിരിക്കുന്നത് കീഴടങ്ങിയതുകൊണ്ടാണ് എന്ന് കരുതുന്നത് മൗഢ്യമാണ്. കാരണം അയാളുടെ പേര് പുടിൻ എന്നാണ്. അയാൾ പഴയ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. KGB എന്ന് പറയുന്ന അവരുടെ ചാരസംഘടനയിലെ ഏറ്റവും മികച്ച, ഏറ്റവും കൗശലക്കാരനായ ഒരു ഓഫീസർമാരിൽ ഒരാളും കൂടിയായിരുന്നു. അയാളുടെ തലവനടുത്തുള്ള ചുമതല വഹിച്ചിരുന്ന ഒരു പ്രധാനിയായിരുന്നു. അതുകൊണ്ട് പുടിൻ പ്രതികരിക്കാതിരിക്കത്തില്ല. പുടിന് ഇതുവരെ നേടിയെടുത്ത ലോക മേധാവിത്വം എന്നുള്ള പദവി തിരിച്ചു കിട്ടാൻ പുടിൻ എന്തും ചെയ്യുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ചോദ്യം. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്, ഇത് ഉക്രൈൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉക്രൈൻ ജയിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഉക്രൈനാണ് ഇപ്പോൾ താരമായി നിൽക്കുന്നത്. മേധാവിത്വം. പക്ഷേ ഉക്രൈൻ ഒറ്റയ്ക്കല്ലല്ലോ യുദ്ധം, റഷ്യ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത്. ഉക്രൈൻ്റെ കൂടെ 32 നാറ്റോ രാജ്യങ്ങളുണ്ട്, അത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഇത് 33 രാജ്യങ്ങൾ റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധമാണ്. റഷ്യ ഒറ്റയ്ക്കാണ് പൊരുതുന്നത്, അത് നമ്മൾ ഓർക്കണം. ഒറ്റയ്ക്ക് പൊരുതുന്നവൻ അന്തം വിട്ടുപോയാലുണ്ടല്ലോ അവൻ എന്തും ചെയ്യും. അത് ലോകചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടും പുറത്തും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പുടിൻ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഉത്തരം വരാനിരിക്കുന്നേ ഉള്ളൂ. ആ ഉത്തരം ഒരു സംശയവുമില്ല ലോകത്തിലെ എല്ലാ വാർത്താമാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ടായിരിക്കും എന്നതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.